ഒരു പുതിയ ചട്ടി വാങ്ങിയേ. ഉണ്ടോ, പച്ചട്ടിയിൽ മീൻകറി വെക്കുവാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചക്കുരുമുളക് അരച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കുടംപുളി, ഉപ്പ്. ആദ്യം ഞാൻ ഈ ചട്ടിയിൽ താളിച്ച് രസം ഉണ്ടാക്കിയത്. രസമാണിത് അടുപ്പിരിക്കുന്നത്. അത് വേറെ പാത്രത്തിലേക്കാക്കി രസം വെച്ചിരിക്കുകയാണ്. ഇത് ഇനി മീൻകറി ഇതിനകത്തേക്ക് വെക്കാൻ പോകാം. ഒരു 1/2 കിലോ മീൻ, 3/4 കിലോ മീൻ വെട്ടിക്കഴുകി വെച്ചിരിക്കുകയാണ്. അത് വിളമീനും സിലോപ്പിയായും കൂടിയാണ്. ഉപ്പൊക്കെ ചേർത്താണ് ഇതിനകത്തേക്ക് ഇനി വെള്ളം ഒഴിച്ച്. ഗായ്സ്, രസത്തിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി അത് തിളച്ച് വരുമ്പോൾ ഇച്ചിരി പച്ച വെളുത്തുള്ളി കൂടി ചതച്ച് അതിനകത്തേക്ക് ചേർക്കുകയാണ്. അതിൻ്റെ ഒരു സീക്രട്ടാണ്. നല്ല ടേസ്റ്റായിരിക്കും. രസം റെഡിയായി കഴിഞ്ഞ് ഇതിന് ഞാൻ പാൽക്കായമാണ് ചേർത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് പാൽക്കായം ചേർത്താൽ. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. അതിപ്പോൾ ഓഫ് ചെയ്തേക്കാം രസം. അതിൻ്റെ വെള്ളമെല്ലാം അരപ്പെല്ലാം ഇട്ട് വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് ഇനി മീൻ കഷ്ണം ഇറക്കിയിടും. അതാണ് മീൻ ഞങ്ങൾ ഇറക്കിയിടുകയാണ്. വലിയ വിളമീനായിരുന്നു. അതിൻ്റെ തലയും കൂടെ ഞാൻ എടുത്തതുകൊണ്ട് തല കളഞ്ഞിട്ടില്ല. എനിക്കിഷ്ടമാണ് തല. നന്നാക്കി എടുക്കാം, വേവിച്ചെടുക്കാം. ചെറിയ ബർണറിൽ നിന്ന് വലിയ ബർണറിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ ഇതിനിപ്പോൾ 1-2 തിളച്ചുകൂടെ കഴിയുമ്പോൾ നിർത്താം. തവി തിളക്കുന്ന ഇപ്പോൾ പൊടിയല്ല കേട്ടോ. ഇതിന് കുറച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ തവി ഇടാൻ പറ്റുകയില്ല. നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കുകയാണ്. ഞാൻ അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. പക്ഷേ അല്ലെങ്കിലും ഇറച്ചി മീൻ ഞാൻ നന്നായിട്ട് കറി വെക്കും. നല്ല ടേസ്റ്റുള്ള മീനാണെങ്കിലും ഞാൻ കഴിക്കുകയുള്ളൂ. ഇറച്ചി ഇട്ട് ഞാൻ ഉപയോഗിക്കുകയില്ല. പക്ഷേ ഞാൻ നല്ല കറി വെക്കുമല്ല. അപ്പം മീൻകറി റെഡിയായി കഴിഞ്ഞ് ഇനി അടച്ച് വെക്കാം. റെഡിയായി കഴിഞ്ഞു. കഞ്ഞി അടുപ്പിൽ കിടന്ന് വേകുന്നു. കൂർക്ക വെള്ളത്തിലിട്ട് കൂർക്ക മെഴുക്കുവരട്ടി വെക്കണം. കൂർക്ക മെഴുക്കുവരട്ടി വയ്ക്കാൻ എനിക്ക് ഇന്നൊരു ഗസ്റ്റുണ്ട്. എൻ്റെ മോളെന്നാൽ ജ്യേഷ്ഠൻ്റെ മോളാണ്. അവൾ അന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കറി വെച്ച് കൊടുക്കാനായിട്ടാണ്. ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ച് എനിക്ക് തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടാക്കുകയുള്ളൂ. കൂർക്കയൊക്കെ മെഴുക്കുവരട്ടി വെച്ച് ഇച്ചിരി രസവും വെച്ച് അവൾക്ക് രസം ഇഷ്ടമാണ്. പിന്നെ അത്രയൊക്കെ മതി. ഇനി വേണേൽ സാലഡ് ഉണ്ടാക്കാം. പിന്നെ ഇച്ചിരി കപ്പ വേവിച്ച് വെച്ചതിരിപ്പുണ്ട്. കണ്ടോ, വേവിച്ച് വെച്ച കപ്പയാണ്. ഇത് വൈകിട്ട് എണ്ണയിലിട്ടോ അല്ലെങ്കിൽ അരക്കിട്ടോ എടുക്കാം. മീൻ കറിക്ക് ഇച്ചിരി കപ്പ. ഇത് കുറച്ച് ദിവസമാണ് വേവിച്ച് ഫ്രീസറിൽ വെച്ചതാണ്. ഉപ്പൊന്നും ചേർത്തല്ല, വെറുതെ വേവിച്ച് ഫ്രീസറിൽ വെച്ച്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ അരപ്പോ അല്ലെങ്കിൽ എണ്ണ, മുളക് പൊടി ഇട്ട് എണ്ണ തളിച്ചോ എടുക്കാം.